സുഹൃത്തുക്കളെ, നമുക്കിന്നിവിടെ വിൻഡോസ് 10 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ പവർ ബട്ടൺ ഓണാക്കിയ ഉടനെ കീബോർഡിൽ F2 ആക്കി ബയോസിലോട്ട് കയറുക. ശേഷം ഡ്രൈവ് തുറന്ന് അതിലോട്ട് DVD ഇടുക. സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ഓണാക്കി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെത്തി ഡിസ്ക് ഇട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് ബയോസ് ഓണാക്കി വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എക്സ്പയർഡ് ആവും. ഇവിടെ ഇൻഫർമേഷൻ, മെയിൻ, സെക്യൂരിറ്റി എന്നീ ശേഷം കാണുന്ന ബൂട്ട് എന്ന ഓപ്ഷൻ എടുക്കുക. അവിടെ കാണുന്ന ബൂട്ട് പ്രയോറിറ്റി ഓർഡറിൽ CD-ROM അല്ലെങ്കിൽ DVD-ROM സെലക്ട് ചെയ്യുക. ശേഷം കീബോർഡിൽ F10 അടിക്കുമ്പോൾ സേവ് കോൺഫിഗറേഷൻ ചേഞ്ച് ആൻഡ് എക്സിറ്റ് നൗ എന്നൊരു ചോദ്യം വരും. അവിടെ S എന്നടിക്കുക. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയി ഓൺ വരുമ്പോൾ ഒരു മെസ്സേജ് എഴുതി കാണിക്കും. പ്രസ് എനി കീ ടു ബൂട്ട് ഫ്രം CD or DVD. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന CD-യിലോ DVD-യിലോ ബൂട്ട് ചെയ്യണോ എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ എൻ്റർ അടിച്ച് ഉള്ളിൽ കയറുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യം 2 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്തിരിക്കണം. ഇപ്പോൾ നമുക്കിവിടെ DVD-യിലോട്ട് ബൂട്ട് ആവുന്നത് കാണാവുന്നതാണ്. ശേഷം ഇവിടെ കാണുന്ന ലാംഗ്വേജ് ടു ഇൻസ്റ്റാൾ, ടൈം ആൻഡ് കറൻസി ഫോർമാറ്റ്, കീബോർഡ് ഓർ ഇൻപുട്ട് മെത്തേഡ് എന്നിവ യഥാക്രമം കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ നേരത്തെ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ഫയൽ മിസ്സിംഗ് മാറ്റാൻ പ്രിപ്പയർ യുവർ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പുതിയതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻസ്റ്റാൾ നൗ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ആപ്ലിക്കേഷൻ നോട്ടീസ് ആൻഡ് ലൈസൻസ് ടേംസ് എന്ന ബോക്സിൽ ഐ ആക്സെപ്റ്റ് ദ ലൈസൻസ് ടേംസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നതാണ്, വിച്ച് ടൈപ്പ് ഓഫ് ഇൻസ്റ്റലേഷൻ ഡു യു വാണ്ട്? ഇവിടെ രണ്ടാമത്തെ ഓപ്ഷനായ കസ്റ്റം ഇൻസ്റ്റലേഷൻ വിൻഡോസ് ഓൺലി അഡ്വാൻസ്ഡ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് വേർ ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ വിൻഡോസ്, അതായത് വിൻഡോസ് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ഡിസ്ക് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഡിസ്കിലെ ഡാറ്റകൾ പൂർണ്ണമായി ഫോർമാറ്റ് ചെയ്തു പോകുന്നതാണ്. ശേഷം ഇവിടെ കാണുന്ന ഫോർമാറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ബോക്സിൽ ഓക്കെയും ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡ്രൈവിലെ ഡാറ്റകൾ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റലേഷൻ തുടങ്ങിയതായി കാണാം. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ തുടങ്ങുന്നതായി നമുക്ക് കാണാം. ആദ്യകാലങ്ങളിൽ കമ്പ്യൂട്ടർ സെൻ്ററുകളിൽ ക്യൂ നിന്നാൽ മാത്രമേ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. ഇന്ന് നമുക്കത് എവിടെ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിൽ വളരെ നിഷ്പ്രയാസമായി ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിൻഡോസ് 7ഉം വിൻഡോസ് 8.1ഉം ഇതേ രീതിയിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. എന്നാൽ നിങ്ങൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിൻഡോസ് മിനിമം റിക്വയർമെൻറ്റ്, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും
അത് പരിശോധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോയും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അതും കൂടി നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഇൻസ്റ്റാളിങ്ങിന് ശേഷം റീസ്റ്റാർട്ടായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ കീബോർഡിൽ ഒരു കീ അമർത്താൻ ശ്രമിക്കരുത്, കാരണം അപ്പോൾ ഇതേ പ്രൊസീജിയർ വീണ്ടും ആവർത്തിക്കുന്നതാണ്. ഇവിടെ റീജിയൻ ഇന്ത്യ എന്നാക്കി യെസ് എന്ന് കൊടുക്കുക. ശേഷം കാണുന്ന ബോക്സിൽ കീബോർഡ് ലേഔട്ട് ഇംഗ്ലീഷ് ഇന്ത്യ ആക്കി യെസ് കൊടുക്കുക. ശേഷം ഇവിടെ കാണുന്നത് സെക്കൻഡ് കീബോർഡ് ലേഔട്ടാണ്. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ശേഷം ഒരു യൂസർ നെയിം കൊടുക്കുക, പിന്നെ വരുന്ന പാസ്വേഡ് സ്കിപ്പ് ചെയ്ത് പോവുക. ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് കോർട്ടാന യുവർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്. ഇത് വിൻഡോസ് 10ൻ്റെ പുതിയൊരു ഫീച്ചറാണ്. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷന് ശേഷം ഡെസ്ക്ടോപ്പിൽ എത്തിയതായി കാണാം. ഇവിടെ നമ്മുടെ യൂസർ നെയിം ഇവിടെ കാണാം. റീസൈക്കിൾ ബിൻ എന്നൊരു ഐക്കൺ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഉൾക്കാഴ്ച എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.